ഒടുവിൽ പ്ലാസ്റ്റർ എടുത്തു. ഡോക്ടർമാർക്ക് തൃപ്തിയായി. ഇനി വളരെ സാവധാനം നടന്നു നോക്കണമെന്ന് നേഴ്സുമാർ പറഞ്ഞു. കുട്ടികളെ ഉപദേശിക്കുന്നത് പോലെയുള്ള വർത്തമാനം കേട്ട് കേട്ട് മടുത്തിരിക്കുകയായിരുന്നു ഞാൻ. ഇനി കുറച്ചുനാൾ നല്ല നാട്ടിൻ പുറത്തും പോയി വിശ്രമിക്കണം. മാർക്കസ് കെൻ നിർദ്ദേശിച്ചു. നല്ല അന്തരീക്ഷം, ശുദ്ധവായു, ശാന്തമായ ജീവിതം. ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ മതി. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഈ ചികിത്സയാണ്. പെങ്ങൾ കൂടെയുണ്ടല്ലോ, അവർ നോക്കിക്കൊള്ളൂ. നന്നായി തിന്നണം, നന്നായി ഉറങ്ങണം. സസ്യലോകത്തിന്റെ ജീവിതമാണ് നിങ്ങൾ ഇനി അനുകരിക്കേണ്ടത്. ഇനിയും എനിക്ക് വിമാനം പറപ്പിക്കാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചില്ല. നമ്മൾ ചോദിക്കരുതാത്ത ചില ചോദ്യങ്ങളുണ്ട്. കാരണം അതിന് കിട്ടുന്ന ഉത്തരങ്ങൾ അരോചകങ്ങളായിരിക്കും. കഴിഞ്ഞ 5 മാസമായി ഒരേ കിടപ്പായിരുന്നു ഞാൻ. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മലർന്നു തന്നെ കിടക്കേണ്ടി വരുമോ എന്ന് ഒരു തവണ പോലും ഞാൻ അവരോട് ചോദിച്ചിരുന്നില്ല. എന്റെ മനോഗതം മനസ്സിലാക്കിയിട്ടാവും സിസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, ഇതെന്തൊരു സംശയമാണ്. ഇങ്ങനെയൊരു സംശയം ഇവിടുത്തെ രോഗികളിൽ ആർക്കും ഉണ്ടാവാതിരിക്കാനാണല്ലോ ഞങ്ങൾ പരിശ്രമിക്കുന്നത്. എനിക്ക് ആശ തരുന്നതായിരുന്നു ആ മറുപടി. ഞാൻ ചോദിച്ചില്ല. എങ്കിലും അവർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശരിയായി. ഞാൻ ഒരിക്കലും മുടന്തനായിരിക്കുകയില്ല. എനിക്ക് കാലുകൾ ഇളക്കാം, എഴുന്നേറ്റ് നിൽക്കാം. പിച്ച പിച്ച വെക്കുന്ന കുഞ്ഞിനെ പോലെ 1-2 അടി നടക്കാം. കാൽമുട്ടിലും പാദത്തിനടിയിലുമുള്ള പഞ്ഞി തടസ്സമാണെങ്കിലും കുറച്ചു കഴിഞ്ഞ് അതെടുത്ത് മാറ്റാമല്ലോ എന്ന് ഞാൻ ആശ്വസിച്ചു. എന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയ ഡോക്ടർ മാർക്കസ് കെൻ പറഞ്ഞു, നിങ്ങൾക്ക് പരിപൂർണ സുഖമാവും. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഉറപ്പ് തന്നെ പറയാം, നിങ്ങൾ പഴയതുപോലെ ആകാൻ പോകുന്നു. സ്വല്പസമയം പിടിക്കും. കുറച്ച് ക്ലേശം കൂടി സഹിക്കേണ്ടി വരും എന്നു മാത്രം. മാംസപേശികളും നാഡികളും സുഖപ്പെട്ടു കിട്ടിയാൽ തലച്ചോറിന്റെ സഹായം കൂടെ വേണം. ഉടനെ സുഖം കിട്ടുമെന്നുദ്ദേശിച്ച് ഒന്നും ചെയ്യരുത്. അങ്ങനെ വല്ലതുമായാൽ വീണ്ടും ഇവിടെ വരേണ്ടി വരും. വളരെ സാവധാനം തന്നെ, വളരെ സാവകാശം. ശരീരം മാത്രമല്ല, മനസ്സും സുഖപ്പെടണം. ഇത്രയും നാൾ കഴിച്ച മരുന്ന് നിങ്ങളുടെ തലച്ചോറിനെ മരവിപ്പിച്ചിട്ടുണ്ടാകും. അതാണ് വല്ല നാട്ടിൻ പുറത്തും ചെന്ന് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ പറഞ്ഞത്. നാടൻ രാഷ്ട്രീയത്തിൽ മുഴുകിയ അർത്ഥമില്ലാത്ത സംഭാഷണങ്ങളിൽ പങ്കെടുത്തും പരദൂഷണങ്ങളിൽ രസിച്ചും അയൽവാസികളുടെ പ്രശ്നങ്ങളിലുമൊക്കെ സജീവമായി തലയിട്ടും കഴിയുക. താങ്കൾക്ക് സുഹൃത്തുക്കളാരുമില്ലാത്ത ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയായാൽ ഏറ്റവും നല്ലത്. ഞാൻ ഇതുതന്നെയാണ് വിചാരിച്ചത്. കാരണം സ്വന്തക്കാരും ബന്ധുക്കളും അനുകമ്പയുമായി അക്കൂട്ടർ തങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളുമായി അടുത്തുകൂടും. അതെനിക്ക് ഒട്ടും സഹിക്കാനാവില്ല. ജെറി, അത്ഭുതകരമായിരിക്കുന്നു ഇപ്പോൾ ജെറിയുടെ സ്ഥിതി. ബൂസ്റ്റർ എന്താണ് ചെയ്യുമായിരുന്നതെന്ന് ഞാൻ പറയാം, ജെനോവ പറഞ്ഞു. ഒന്നും പറയണ്ട, എനിക്കറിയാം. നായകൾക്ക് ബുദ്ധിയുണ്ട്. സ്വന്തം മുറിവുകളും നക്കി എവിടെയെങ്കിലും ചടങ്ങിന് കൂടി കിടക്കും. സുഖമാകുന്നതുവരെ അവ ആരോടും കൂട്ടുകൂടുകയില്ല. അങ്ങനെ അസ്വസ്ഥമായ ഒരു താവളം തേടി അലഞ്ഞു ഞാനും ജെനോവയും. ബ്രിട്ടീഷ് ദ്വീപുകൾ മുഴുവൻ ഞങ്ങൾ വീട് തേടി. ഏജന്റുമാരുടെ വാങ്കുലാസുകൾ കേട്ട് അങ്ങനെയാണ് ഒടുവിൽ ഞങ്ങൾ ലിറ്റിൽ ഫ്ലയേഴ്സ് തിരഞ്ഞെടുത്തത്. ഒരിക്കലും ആ ഭാഗത്ത് പോയിരുന്നില്ലെന്നുള്ളതാണ് ഞങ്ങളെ ആകർഷിച്ച പ്രധാന സംഗതി. തീർത്തും അപരിചിതമായ സ്ഥലം. ലിൻസ്റ്റോക്കിലെ ലിറ്റിൽ ഫ്ലയേഴ്സിലെത്തിയപ്പോൾ ജെനോവ പറഞ്ഞു, ഈ വീട് തന്നെയാണ് നമ്മൾ തേടി നടന്നത്. മെയിൻ റോഡിൽ വെള്ള പെയിന്റ് അടിച്ച വീട്, ഇളം പച്ച ചായം പൂശിയ വിക്ടോറിയൻ വരാന്ത, ചുറ്റും പച്ച പിടിച്ച പ്രദേശങ്ങൾ, അല്പമകലെയായി പള്ളി, വളരെ മനോഹരമായി ശാന്തമായ അന്തരീക്ഷം. മിസ് എമിലി ബാർട്ടൺ എന്നൊരു സ്ത്രീയുടെ വകയായിരുന്നു ആ വീട്. അവിവാഹിതയായ സ്ത്രീകൾ മാത്രമുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ ഇളയവളായിരുന്നു മിസ് എമിലി. അവർ ജോവന്നയോട് ക്ഷമാപണ സ്വരത്തിൽ പറഞ്ഞു, മുമ്പൊരിക്കലും ഞങ്ങൾ ഈ വീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. കൊടുക്കാനിട്ട് ഉദ്ദേശിച്ചിട്ടുമുണ്ടായിരുന്നതുമല്ല. പക്ഷേ കാലം മാറിയില്ലേ, തൊട്ടതിനൊക്കെയും നികുതി. എനിക്ക് കുറച്ച് ഷെയറും സ്റ്റോക്കുമൊക്കെ ഉണ്ടെങ്കിലും അവയിൽ നിന്നുള്ള വരുമാനം തീരെ മോശം. ബാങ്ക് മാനേജർ പോലും സമ്മതിക്കുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് കൊണ്ട് അപരിചിതർക്കാർക്കായാലും വീട് വാടകയ്ക്ക് കൊടുത്തു കളയാമെന്നു കരുതി. അപരിചിതർ എന്ന് പറഞ്ഞു തീർത്തു പിണങ്ങല്ലേ. നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് കരുതി.
നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങൾ വേണം ഇവിടെ താമസിക്കാൻ എന്ന് എനിക്ക് തോന്നി. പുരുഷന്മാർക്ക് വീട് കൊടുക്കുക എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അപ്പോഴാണ് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ജനോവ വെളിപ്പെടുത്തിയത്. അയ്യോ, കഷ്ടം. വിമാനാപകടമായിരുന്നു അല്ലേ? ഈ യുവാക്കൾക്കൊക്കെ എന്തു ധൈര്യം! അപ്പോൾ നിങ്ങളുടെ സഹോദരൻ കുറേ നാൾ അവശനായി കഴിയേണ്ടി വരുമല്ലേ? ആ വിചാരം ആ വൃദ്ധയെ സമാശ്വസിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. താൻ ഭയപ്പെടുന്ന മാതിരിയുള്ള പുരുഷോചിതമായ പ്രവർത്തനങ്ങളൊന്നും ഞാൻ ഏർപ്പെടുകയില്ലെന്നവർ ചിന്തിച്ചിരിക്കണം. പുകവലിക്കുമോ? ഒരു ചിമ്മിനി തന്നെയാണ്. ജനോവ ചിരിച്ചു. ഞാനും പുകവലിക്കും. ഓ, സാരമില്ല. ഞാനൊരു മണ്ടി. കാലത്തിനൊത്ത് നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനായിരുന്നു ഏറ്റവും ഇളയവൾ. എന്റെ പ്രിയപ്പെട്ട അമ്മ 97 വയസ്സുവരെ ജീവിച്ചു. ഓർത്തു നോക്കൂ, അവർക്കിത്തരം കാര്യങ്ങളിലൊക്കെ വലിയ നിർബന്ധമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് എല്ലാവരും പുകവലിക്കും. ഓ, സാരമില്ല. ഞാനൊരു മണ്ടി. കാലത്തിനൊത്ത് നീങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാനായിരുന്നു ഏറ്റവും ഇളയവൾ. എന്റെ പ്രിയപ്പെട്ട അമ്മ 97 വയസ്സുവരെ ജീവിച്ചു. ഓർത്തു നോക്കൂ, അവർക്കിത്തരം കാര്യങ്ങളിലൊക്കെ വലിയ നിർബന്ധമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് എല്ലാവരും പുകവലിക്കും. ഇവിടെ ഒരൊറ്റ ആഷ്ട്രേ പോലും ഇല്ല എന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആഷ്ട്രേ ഞങ്ങൾക്കിഷ്ടം പോലെയുണ്ട്. ഈ നല്ല ഫർണിച്ചറിലൊന്നും ഞങ്ങൾ സിഗരറ്റ് കുറ്റി ഇടുകയില്ല. അങ്ങനെ ചെയ്യുന്നവരെ കണ്ടാൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും, ജോവന്ന പറഞ്ഞു. അങ്ങനെ 6 മാസത്തേക്ക് ഞങ്ങൾ ലിറ്റിൽ ഫ്ലവേഴ്സ് വാടകയ്ക്കെടുത്തു. പിന്നീട് 3 മാസം കൂടി നീട്ടേണ്ടതായി വരുമെന്ന് പറയുകയും ചെയ്തു. നിങ്ങൾക്കിവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കാരണം കല്യാണം കഴിച്ചു പോകുന്നതുവരെ കഴിഞ്ഞ 15 വർഷമായി എന്റെ കൂടെ നിന്ന് എന്റെ വിശ്വസ്തയായ ഫ്ലോറൻസ് മേലന്വേഷണം നടത്തിയിരുന്ന വീടാണിത്. എത്ര നല്ലൊരു പെണ്ണായിരുന്നു അവൾ. ഭർത്താവ് കച്ചവടക്കാരനാണ്. അവൾക്ക് ഹൈസ്ട്രീറ്റിൽ നല്ലൊരു വീടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 നല്ല മുറി ഒഴിച്ചു കിടക്കുന്നത് കൊണ്ട് എനിക്കവിടെ സുഖമായിരിക്കും. ഞാൻ കൂടെ ചെല്ലുന്നത് ഫ്ലോറൻസിന് വളരെ ഇഷ്ടമായിരിക്കും, തീർച്ച. എല്ലാം തൃപ്തിയായി തോന്നി. ഉടമ്പടി എഴുതി. യഥാകാലം ജോവന്നയും ഞാനും അവിടെ തന്നെ താമസം ആരംഭിച്ചു. എമിലി ബാർട്ടിന്റെ ഒരു വേലക്കാരി പട്രിക് ഞങ്ങളുടെ കൂടെ നിന്നുകൊള്ളാമെന്ന് സമ്മതിച്ചതിനാൽ ഞങ്ങൾക്കു എളുപ്പത്തിൽ വേലക്കാരിയെയും കിട്ടി. അവൾ എല്ലാ ദിവസവും രാവിലെ എത്തിയിരുന്നു. ബുദ്ധി കുറവാണെങ്കിലും പട്രീഷ്യയ്ക്ക് ഞങ്ങളോട് ചേർന്ന് പോകുന്ന സ്വഭാവക്കാരി തന്നെയാണെന്ന് വേഗം മനസ്സിലായി. മധ്യവയസ്കയായ ഒരു തടിച്ച്. നന്നായി പാചകം ചെയ്യും. വൈകി ഡിന്നർ കഴിക്കുന്നതിനോട് മാത്രം അവൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. പൊരിച്ച ഒരു മുട്ട കൊണ്ട് അത്താഴം കഴിച്ചിരുന്ന എമിലിയുടെ സമ്പ്രദായമായിരുന്നു അവൾക്കും. എങ്കിലും ഞങ്ങളോട് ഒത്തുപോകാൻ അവൾക്ക് കഴിഞ്ഞു. എനിക്ക് നന്നായി തടി വെക്കുന്നത് കാണണമെന്ന് വരെ അവൾ ഒരിക്കൽ പറഞ്ഞു. താമസമായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എമിലി വിസിറ്റിംഗ് കാർഡുമായി ഔദ്യോഗികമായി തന്നെ ഞങ്ങളെ സന്ദർശിക്കാനെത്തി. പിന്നെ വക്കീൽ സിമ്മിങ്ടന്റെ ഭാര്യ, ഡോക്ടറുടെ പെങ്ങൾ മിസ് ഗ്രിഫിത്ത്, വികാരിയച്ഛന്റെ സഹധർമ്മിണി മിസ്സിസ് ഡെയിൻ കാൽത്രോപ്പ് എന്നിവരും പിറിയോർ മുക്കിലെ മിസ്റ്റർ പയ്യും ഞങ്ങളെ കാണാൻ വന്നു. ജോവന്നയ്ക്ക് വളരെ സന്തോഷമായി. എല്ലാവരും എന്താണങ്ങനെ കാർഡുമായി എത്തിയിരിക്കുന്നത്? ഒരു ദിവസം നേർത്ത അമ്പരപ്പോടെ ജോവന്ന ചോദിച്ചു. നിങ്ങൾക്ക് നാട്ടിൻപുറത്തെ പറ്റി ഒന്നും അറിഞ്ഞു കൂടാഞ്ഞിട്ടാണ്. ഞാൻ അവളെ കളിയാക്കി. ഓ, ഞാൻ എത്രയോ ദിവസം, ആഴ്ചകൾ തന്നെ നാട്ടിൻപുറത്ത് താമസിച്ചിരുന്നു. എല്ലായിടത്തും ഒന്നുപോലെയല്ല. എനിക്ക് 7ഉം ജോവാനയ്ക്ക് 2 വയസ്സുമുള്ളപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ ഒരമ്മായിയുടെ കൂടെയായി താമസം. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസും ഈസ്റ്ററുമെല്ലാം അവിടെയായിരുന്നു. നാടകശാലകളും സിനിമാ തിയേറ്ററുകളിലുമായിരുന്നു ആഘോഷങ്ങൾ. കെന്നിങ്ടൺ ഗാർഡനിൽ ഞങ്ങൾ ബോട്ട് യാത്ര നടത്തുകയും സ്കീയിങ് പരിശീലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് ആയാൽ എന്തെങ്കിലും കടൽത്തീര ഹോട്ടലുകളിലേക്ക് അമ്മായി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ഇതെല്ലാം ഓർമ്മിച്ചപ്പോൾ എനിക്ക് തോന്നി, ഞാൻ എത്ര സ്വാർത്ഥനാണ്, തൻകാരിക്കാരനാണ്. ഞാൻ പശ്ചാത്താപപൂർവ്വം അവളോട് പറഞ്ഞു, നമ്മുടെ ഈ പുതിയ താമസം നിനക്ക് ഭയങ്കരമായി രസിക്കും. പക്ഷേ കൂടെ പലതും നഷ്ടപ്പെടുമെന്ന് മാത്രം. ജോവാന സുന്ദരിയായിരുന്നു. എപ്പോഴും ഓടിച്ചാടി ഉല്ലാസപൂർവ്വമായിരുന്നു കഴിഞ്ഞിരുന്നത്. അവൾക്ക് പാർട്ടികൾ ഇഷ്ടമായിരുന്നു. നൃത്തം ഇഷ്ടമാണ്. പ്രേമബന്ധങ്ങൾ പോലും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. വേഗം കൂടിയ കാറിൽ പറന്നു മൂളിപ്പോകുന്നതാണ് അവൾക്ക് മറ്റൊരിഷ്ടം. അവൾ നഷ്ടമൊന്നും സാരമില്ലെന്ന് പറഞ്ഞു ചിരിച്ചു. ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാണിപ്പോൾ എനിക്ക്. ഈ ആൾക്കൂട്ടം എനിക്ക് മടുത്തു.
ജെറിക്ക് അനുഭാവമില്ലെങ്കിലും പറയട്ടെ, പോളുമായുള്ള ബന്ധം മുറിക്കേണ്ടി വന്നിരുന്നു. അതിൽ നിന്ന് ഞാൻ പരിപൂർണമായി മുക്തയാകാൻ കുറച്ചു സമയം വേണ്ടി വന്നു എന്ന് മാത്രം. എനിക്കത്ര വിശ്വാസമായില്ല. എന്നും ഒരേ മാർഗമാണ് ജോവാനയുടെ പ്രേമബന്ധങ്ങൾ. ജീനിയസ് ആണെന്ന് തെറ്റിദ്ധരിച്ചാൽ മതി. ഏത് ചെറുപ്പക്കാരനും അവളുടെ മനസ്സ് ചെന്ന് പതിക്കുകയാണ്. പിന്നെ അവൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അവന്റെ അംഗീകാരം തേടാൻ ഏത് ബുദ്ധിമുട്ട് അനുഭവിക്കാനും അവൾക്ക് മടിയില്ല. അവൻ നന്ദികേടു കാട്ടിയാൽ അവളുടെ ഹൃദയം മുറിയുകയായി. ഹൃദയം മുറിഞ്ഞെന്നല്ല, തകർന്നെന്നാണ് അപ്പോൾ അവൾ പറയുക. അടുത്ത ജീനിയസിനെ കണ്ടുമുട്ടും വരെ, അതായത് ഏറിയാൽ 3 ആഴ്ച മാത്രമേ കാണൂ ആ മുറിവുകൾ. ജോവാനയുടെ ഹൃദയ തകർച്ച ഞാനൊട്ടും ഗൗരവമായി എടുത്തില്ല. പക്ഷേ നാട്ടിൻപുറത്തെ വാസം എന്റെ സുന്ദരി പെങ്ങൾക്ക് പുതിയൊരു വിരോധമായിരിക്കുമെന്ന് എനിക്കറിയാം. നിന്റെ നോട്ടത്തിൽ എനിക്ക് എന്താണൊരു കുഴപ്പം? പ്രകോപനപരമായ സ്പോർട്സ് വേഷം, കടും നിറത്തിൽ വരകളുള്ള മെയ് ഒട്ടിക്കിടക്കുന്ന പാവാട, മുറിക്കയ്യൻ ജേഴ്സി, സിൽക്ക് കാലുറകൾ, പുതിയ ഫാഷനിലുള്ള തടിയൻ ചെരുപ്പ്. മിരോട്ടിൻ ഫാഷൻ ഷോപ്പിൽ തയ്യാർ ചെയ്യപ്പെട്ടതായിരുന്നു എല്ലാം. എന്താണ് കുഴപ്പമെന്നോ? നിനക്ക് കുഴപ്പം മാത്രമേയുള്ളൂ. നീ ഒരു പഴയ ട്വീറ്റ് ഷർട്ട് ധരിച്ചാൽ മതിയായിരുന്നു, ഇളം പച്ചയോ ബ്രൗണോ നിറത്തിൽ. ഇതിന് ഇണങ്ങുന്ന ഒരു കാശ്മീർ ജമ്പറും ഒരു വൂളൻ കോട്ടും കനം കൂടിയ കാലുറയും പഴയ ചെറുപ്പുകളും പിന്നെ ഒരു തൊപ്പിയും. എങ്കിൽ മാത്രമേ നീ ഈ ലിംസ്റ്റോക്ക് ഹൈ സ്ട്രീറ്റ് പരിഷ്കാരത്തിന്റെ പശ്ചാത്തലത്തിൽ ശോഭിക്കുകയുള്ളൂ. എന്താണ് മുഖത്തിന് കുറ്റം? നമ്പർ 2 മേക്കപ്പ് കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. ആയിരിക്കും. ലിംസ്റ്റോക്കിൽ നമ്പർ 2 മേക്കപ്പിന്റെയൊന്നും ആവശ്യമില്ല. മൂക്കൊന്ന് മിനുക്കാൻ സ്വല്പം പൗഡർ, ശകലം ലിപ്സ്റ്റിക്ക്, കണ്ണും പുരുവും കൂടി എഴുതിയാൽ മതിയാവും. ജോവാനയ്ക്കൊന്നും മനസ്സിലായില്ല. ആർക്കും എന്നെ ഇഷ്ടപ്പെടുകയില്ലെന്നാണോ പറയുന്നത്? ഇഷ്ടപ്പെടുകയില്ല. നിന്നെ ഒരു വിചിത്ര ജീവിയായിട്ടേ ആളുകൾ പരിഗണിക്കൂ. സന്ദർശിക്കാനെത്തിയ അയൽക്കാർ ഇട്ടിട്ട് പോയ വിസിറ്റിംഗ് കാർഡുകൾ പരിശോധിക്കുകയായിരുന്നു അവൾ. അവരിൽ വികാരിയുടെ ഭാര്യയ്ക്ക് മാത്രമേ ജോവാനയെ വീട്ടിൽ വെച്ച് കാണാനുള്ള ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായുള്ളൂ. എല്ലാം സന്തുഷ്ട കുടുംബങ്ങളാണെന്ന് തോന്നുന്നു. മിസ്സിസ് വക്കീലും ഡോക്ടറുടെ മകൾ മിസ് ഡോസും. ജോവാന പറഞ്ഞു. ലിംസ്റ്റോക്ക് പോലെ ശാന്തമായ ഒരു സ്ഥലത്ത് ഒരു വൃത്തികേടും സംഭവിക്കുകയില്ല. ഒരാഴ്ച മുമ്പ് നമുക്കൊരു എഴുത്തു കിട്ടിയ കാര്യം മാറ്റിവെച്ചാൽ അതുമാത്രം വളരെ വിചിത്രമായിരിക്കുന്നു. കഥയുടെ തുടക്കം ഭംഗിയായില്ലെന്ന് തോന്നുന്നു. ലിംസ്റ്റോക്കിനെ കുറിച്ചൊരു വിവരണം നേരത്തെ തരേണ്ടിയിരുന്നു ഞാൻ. അത് മനസ്സിലാക്കിയെങ്കിലേ കഥ ശരിക്കും ആസ്വദിക്കാൻ കഴിയും. നോർമൻ ആക്രമണകാലം ദീർഘിച്ച ചരിത്രവും പാരമ്പര്യവുമുള്ള പ്രശസ്തമായ സ്ഥലമാണ് ലിംസ്റ്റോക്ക്. മതപരമാണ് ലിംസ്റ്റോക്കിന്റെ പ്രാധാന്യം. അവിടെ ഒരു സന്യാസ ആശ്രമമുണ്ട്. സ്ഥാനമോഹികളും ശക്തന്മാരായ ധാരാളം സന്യാസ ശ്രേഷ്ഠന്മാരുടെ പ്രിയോന്മാരും പാരമ്പര്യമായി അവിടെ വസിച്ചിരുന്നു. ലിംസ്റ്റോക്ക് ആശ്രമം നൂറ്റാണ്ടുകളോളം അതിന്റെ ശക്തിയും പ്രതാപവും നിലനിർത്തിപ്പോന്നു. പക്ഷേ ഹെൻറി 8 കാലമായപ്പോഴേക്കും അതിന്റെ ദുര്യോഗവും നാശവും ആരംഭിച്ചു. പഴയ പ്രതാപത്തിന്റെ മോഹസാക്ഷിയായി ഒരു വലിയ കോട്ട മാത്രം അവശേഷിച്ചു. സമ്പത്തിനും അവകാശാധികാരങ്ങൾക്കും കാര്യമായ കുറവ് അനുഭവപ്പെട്ടുമില്ല. ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിൽ ലിംസ്റ്റോക്കിന് തിരിച്ചടിയായി. കോട്ട തകർന്നു. റെയിൽവേ ലൈനോ മെയിൻ റോഡുകളോ അടുത്തില്ലാത്തതിനാൽ ലിംസ്റ്റോക്ക് വെറും ഒരു ചന്തസ്ഥലം മാത്രമായി. എല്ലാവരും വിസ്മരിച്ച അപ്രധാനമായ ഒരു അങ്ങാടി. മുകളിൽ ഒരു കുന്നും ചതുപ്പ് നിലങ്ങളും, ചുറ്റിനും കുറെ പാടങ്ങളും കൃഷിയിടങ്ങളും മാത്രം. ആഴ്ചയിൽ ഒരു ദിവസം ചന്തക്കൂട്ടം. നാട്ടിൻപുറത്തുള്ള കന്നുകാലികളെ മുഴുവൻ കാണാം അന്ന് ദിവസം. ആണ്ടിൽ 2 ദിവസം കുതിരയോട്ടം നടത്തുന്ന ഒരു മൈതാനം. നല്ല കുതിരകളൊന്നും അവിടെ മത്സരിക്കാനെത്തുകയില്ല. ആകെ കൂടെ ഉണ്ടായിരുന്നത് ഹൈ സ്ട്രീറ്റ് ആണ്. ഇരുവശത്തും അന്തസുറ്റ വീടുകൾ. താഴത്തെ നിലയിൽ ജനലുകളിൽ ചുറ്റിക്കയറി പടർന്നു കിടക്കുന്ന സസ്യങ്ങൾ, പൂക്കളും പഴങ്ങളും, ഒരു ജുവളിക്കടയും, ദുശകനം പോലെ നിൽക്കുന്ന ഒരു ഇരുമ്പുകടയും, പഴയ പോസ്റ്റ് ഓഫീസ് കെട്ടിടം, അന്യോന്യം മത്സരിക്കുന്ന 2 കശാപ്പുകാരുടെ ഇറച്ചിക്കട, ഒരു ഇന്റർനാഷണൽ സ്റ്റോർ, അങ്ങനെ ഏതാനും വ്യാപാര സ്ഥാപനങ്ങൾ, ഒരു ഡോക്ടർ, ഏതാനും അഭിഭാഷകർ ചേർന്ന് നടത്തുന്ന മിസ്റ്റർ ഗാൽ ഡ്രത്ത് ആൻഡ് സിമ്മിങ്ടൺ എന്ന വക്കീൽ ഓഫീസ്. 1420 മുതൽ നിലവിലുള്ള മനോഹരമായ അസാധാരണമാം വിധം വലിപ്പമുള്ള ഒരു പള്ളി. സാക്സൺ സ്വാധീനം ഇപ്പോഴും പ്രകടമാകുന്ന പ്രസ്തുത പള്ളിക്ക് സമീപം പുതിയതെങ്കിലും വികൃതമായ ഒരു പള്ളിക്കൂടം, 2 മദ്യശാലകൾ. ഇത്രയുമായ ലിംസ്റ്റോക്കായി. എമിലി ബാർട്ടൺ നിർദ്ദേശിച്ചതനുസരിച്ചായിരിക്കും ആരൊക്കെയോ ഞങ്ങളെ കാണാൻ വന്നു.
ഒരിക്കൽ ജവാന ആരോടോ 2 കയ്യുറയും വട്ടത്തിലുള്ള രോമത്തൊപ്പിയും വായ്പ വാങ്ങി. ഉപയോഗിക്കാൻ കൊള്ളാത്തതുകൊണ്ട് വേഗം തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ ഉല്ലാസപ്രദവും പുതുമയുള്ളതുമായ ജീവിതം. ഞങ്ങൾ അവിടെ എക്കാലവും കഴിയാൻ വന്നിരിക്കുകയല്ല. ഒരു വിശ്രമ സങ്കേതം, ഒരു ഇടക്കാല താവളം മാത്രം. ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ അയലത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ജൊവാനയ്ക്കും അത് ആനന്ദമായിരുന്നു. മാർക്കസ് കെൻ പറഞ്ഞതുപോലെ നാടൻ രാഷ്ട്രീയവും പരദൂഷണവും ഞാൻ ആസ്വദിച്ചു തുടങ്ങി. പക്ഷേ ഈ പരദൂഷണവും വേണ്ടാതനങ്ങളും എന്റെ ജീവിതത്തിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് ഞാൻ സ്വപ്നേബി വിചാരിച്ചതല്ല. തുടക്കം വിചിത്രമായ ഒരു കത്തായിരുന്നു. അത് കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു തമാശയായിട്ടാണ് കരുതിയത്. പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുത്ത് കിട്ടിയത്. വെറുതെ കളയാൻ സമയമുള്ളതുകൊണ്ട് ഞാൻ ആ കത്ത് ഏറെ നേരം തിരിച്ചു മറിച്ചും നോക്കിയിരുന്നു. അവിടെ തന്നെ പോസ്റ്റ് ചെയ്ത ഒരു കത്ത്. മേൽവിലാസം ടൈപ്പ് ചെയ്തിരിക്കുന്നു. കൂടെ ലണ്ടനിൽ നിന്ന് 2 എഴുത്തുകളും ഉണ്ടായിരുന്നു. ഒന്നൊരു ബില്ല്, മറ്റേതൊരു കസിന്റെ കത്ത്. ആദ്യം പറഞ്ഞ കത്ത് തന്നെ ഞാൻ ആദ്യം തുറന്നു. അച്ചടിച്ച ചില പദങ്ങളും അക്ഷരങ്ങളും എവിടെ നിന്നും മുറിച്ചെടുത്ത് വെള്ളക്കടലാസിൽ ഒട്ടിച്ചുണ്ടാക്കിയ ആ കത്തിലേക്ക് കുറച്ചുനേരം ഞാൻ തുറച്ചു നോക്കി. ഒരു വീർപ്പുമുട്ടൽ അനുഭവപ്പെടുന്ന പോലെ. ബില്ലിൽ ശ്രദ്ധിച്ചിരുന്ന ജോവാന അത് കണ്ടുപിടിച്ചു. എന്താ? ആരുടെ എഴുത്താണ്? എന്താ ഒരു വിഷമം? അവൾ ചോദിച്ചു. ജോവാനയും ഞാനും സഹോദരീ സഹോദരന്മാരല്ലെന്ന്. വളരെ മര്യാദ കെട്ട ഭാഷയിൽ എഴുതിയ ഒരു എഴുത്തായിരുന്നു അത്. തികച്ചും നിന്ദ്യമായ ഒരു ഉമക്കത്ത്, ഞാൻ പറഞ്ഞു. അപ്പോഴും എന്റെ വിമ്മിട്ടം മാറിയിരുന്നില്ല. ലിംസ്റ്റോക്കിന്റെ പ്രശാന്തമായ അന്തരീക്ഷത്തിൽ ഇതുപോലെ വൃത്തികെട്ട ഒരു കത്ത് ആരും പ്രതീക്ഷിക്കുകയില്ല. ജോവാനയ്ക്കും താല്പര്യമായി. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? വൃത്തികെട്ട മോശമായ ഭാഷയിൽ എഴുതപ്പെടുന്ന ഊമക്കത്തുകൾ ആരെയും, പ്രത്യേകിച്ച് സ്ത്രീകളെ, കാണിക്കാറില്ല. മോശമായ കത്തുകൾ അവരുടെ നേർത്ത തലച്ചോറിന് ആഘാതമേൽപ്പിക്കും. അതുണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് പുരുഷന്മാരുടെ കടമയാണ്. എങ്കിലും ആ കത്ത് ജോവാനയെ കാണിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അത് വായിച്ചിട്ട് അവൾക്കൊരു കൂസലുമുണ്ടായില്ല. എന്തൊരു ഭയങ്കരമായ വൃത്തികേട്! ഊമക്കത്തുകളെ പറ്റി കേട്ടിട്ടേയുള്ളൂ. ആദ്യമായിട്ടാണ് ഒന്ന് കാണുന്നത്. ഇതാണോ ഊമക്കത്തിന്റെയൊക്കെ രീതി? ആർക്കറിയാം, ഞാനും ആദ്യം കാണുകയാണ്. അവൾ ഇളകി ചിരിച്ചു. ജെറി എന്റെ മേക്കപ്പിനെ പറ്റി പറഞ്ഞത് നേരായിരിക്കും. എന്നെ കണ്ടാൽ എവിടെയോ കിടന്ന ഒരു അലവലാതിയാണെന്ന് തോന്നിക്കാണും ഇത് എഴുതിയവന്. മാത്രവുമല്ല, നമ്മുടെ അപ്പൻ നല്ല പൊക്കക്കാരനായിരിക്കും. കറുത്ത നിറം, നീണ്ട കീഴ്ത്താടി. അമ്മ നല്ല വെളുത്ത്, നല്ല മുടിയും നീലക്കണ്ണുകളും. ഞാൻ അപ്പന്റെ പ്രകൃതം, നീ അമ്മയുടെ ശരിപ്പകർപ്പ്. ജോവാന എന്തോ ആലോചിച്ചതുപോലെ ഇരുന്നു. നേരാണ്, നമ്മൾ രണ്ടും 2 തരമാ. ആങ്ങളെയും പെങ്ങളുമാണെന്ന് ആരും പറയുകയില്ല. അങ്ങനെ പറയാത്തവരാണ് ഇത് എഴുതിയത്. എന്തായാലും ഭയങ്കരം തന്നെ. ആ കടലാസിന്റെ കോണിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇതെന്ത് ചെയ്യണം? എടുത്ത് അടുപ്പിലിടണം, എന്നിട്ട് കൈ കഴുകണം. അതാണ് ഏറ്റവും ഉചിതമായ നടപടി. ഞാനത് ചുരുട്ടി തീയിലേക്കിട്ടപ്പോൾ ജോവാന കൈയടിച്ചു. ഭംഗിയായി ചെയ്തു. ഇവിടെ ഒരു അടുപ്പുള്ളത് നന്നായി. നാടകീയമായി തന്നെ അവനെ നശിപ്പിച്ചിരിക്കുന്നു. ചവിട്ടുകുട്ടയിലെ ചപ്പു ചവറുകൾക്കിടയിലേക്കിടുന്നതിന് എന്തു നാടകീയത! ഒരു തീപ്പട്ടിക്കൊള്ളി ഒരിച്ച് തീ കൊടുത്ത് പയ്യെ പയ്യെ കത്തിത്തിരുന്ന് നോക്കിയിരിക്കുകയാണ് ഏറെ രസം, അല്ലേ? ചിലപ്പോൾ ഉരച്ചാലും കൊള്ളി കത്തിയില്ലെന്ന് വരില്ല. എത്ര കൊള്ളി ഉരച്ചാലാ ഒന്ന് തീ പിടിക്കുക? അവൾ എഴുന്നേറ്റ് ചെന്ന് കുറച്ചുനേരം ജനാലയ്ക്കടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് എഴുതിയത് ആരായിരിക്കുമോ? എങ്ങനെ അറിയാൻ? എല്ലാം വളരെ വിചിത്രമായിരിക്കുന്നു. ഇവിടെയുള്ളവർക്കെല്ലാം നമ്മെ ഇഷ്ടമാണ്, എന്നിട്ടും സ്ഥിരബുദ്ധി നശിച്ച വല്ല മനുഷ്യരായിരിക്കും. അതുതന്നെ. എന്നാലും മോശമായിപ്പോയി. ജോവാന പുറത്തെ ഇളം വെയിലിലേക്ക് ഇറങ്ങി. ഞാനൊരു സിഗരറ്റിന് തീ കൊളുത്തി. ജോവാന പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങളിവിടെ താമസിക്കാനെത്തിയത് ഇഷ്ടപ്പെടാത്ത ഒരാളെങ്കിലും ഉണ്ടായിരിക്കും. ജോവാനയുടെ ചെറുപ്പവും ഭംഗിയും സൗന്ദര്യവും കണ്ടിട്ട് സഹിക്കാത്ത വല്ലവരും മനഃപൂർവ്വം ശല്യം ചെയ്യാൻ എഴുതിയതായിരിക്കും. വെറുതെ ചിരിച്ചു തള്ളുക, അതാണ് ഏറ്റവും നല്ല കാര്യം. പക്ഷേ അതത്ര അവഗണിക്കാവുന്ന ഒന്നല്ലല്ലോ. ഡോക്ടർ ഗ്രിഫിത്ത് എന്നെ കാണാൻ വന്നു. ആഴ്ചയിലൊരിക്കൽ അദ്ദേഹം എന്നെ പരിശോധിക്കാറുണ്ട്. ഇരുണ്ട നിറം, ഭംഗിയില്ലാത്ത ഇളകിയുള്ള നടത്തം.
അതിമോഹങ്ങൾ പ്രകടമാക്കാത്ത സൗമ്യമായ പ്രകൃതൻ. എനിക്ക് അയാളെ കണ്ടപ്പോൾ മുതൽ ഇഷ്ടമായിരുന്നു. വിക്കിയുള്ള സംസാരവും ലജ്ജാശീലവുമായിരുന്നു എന്നെ ആകർഷിച്ച മറ്റു പ്രത്യേകതകൾ. എന്റെ ആരോഗ്യനിലയിൽ അഭിവൃദ്ധിയുണ്ടെന്ന് അയാൾ പറഞ്ഞു. നല്ല സുഖം തോന്നുന്നുണ്ട് ഇല്ലേ? എന്താ, ഇന്നത്തെ കാലാവസ്ഥ അത്ര പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നുവല്ലോ. ഓ, ഒന്നുമില്ല. പിന്നെ ഇന്നു കാലത്തൊരു എഴുത്ത് കിട്ടി. ഒരു ഊമക്കത്ത്. വൃത്തികെട്ട ഒരു എഴുത്ത്. അയാൾ ബാഗ് മേശപ്പുറത്ത് തന്നെ വെച്ചു. ആ ഇരുണ്ട മുഖത്ത് ജിജ്ഞാസയുടെ നിഴൽ. നിങ്ങൾക്കും എഴുത്ത് കിട്ടിയെന്നാണോ? അപ്പോൾ പലർക്കും കിട്ടാറുണ്ടോ? കുറച്ചു നാളായി പലർക്കും കിട്ടുന്നു. മറുനാട്ടുകാരായ ഞങ്ങളിവിടെ വന്നത് പിടിക്കാത്ത വല്ലവരും എഴുതിയതാണെന്നാണ് വിചാരിച്ചത്. ഏയ്, അതൊന്നുമല്ല. അല്ല, ഒന്ന് ചോദിക്കട്ടെ? ചോദിക്കുന്നത് മര്യാദക്കേടാണെങ്കിലും എന്താണ് അതിൽ എഴുതിയത്? അയാളുടെ മുഖം ചുവന്നു. ആ മുഖത്ത് പ്രകടമായ അമ്പരപ്പ് ദൃശ്യമായി. പറയാൻ സന്തോഷമേയുള്ളൂ. എന്റെ കൂടെയുള്ള സുന്ദരി പെണ്ണ് എന്റെ പെങ്ങളല്ലാന്ന്, എവിടുന്നോ ഞാൻ അടിച്ചുകൊണ്ട് പോന്നതാണെന്ന്. അയാളുടെ മുഖം ദേഷ്യം ഇരച്ചു കയറി. ഓ, എന്തൊരു വൃത്തികെട്ട! ഇത് വായിച്ചിട്ട് അവർക്ക് മനപ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ. ക്രിസ്മസ് മരത്തിന് മുകളിൽ നിൽക്കുന്ന മാലാഖയെ പോലെയാണ് ജോവാന. അവൾക്കൊരു കൂസലുമില്ല. തികച്ചും ആധുനിക ചിന്താഗതിക്കാരിയായ അവൾക്കത് വളരെ വിചിത്രമായ തമാശയായിട്ടാണ് തോന്നിയത്. അവൾ മുമ്പെങ്ങും ഇതുപോലൊരു കത്ത് കണ്ടിട്ടില്ല. ഇനിയും കാണാതിരിക്കട്ടെ, ഗ്രിഫിത്ത് ആശംസിച്ചു. ഞങ്ങളിത് എപ്പോഴേ അവഗണിച്ചു. പരിഹാസ്യമായ കത്ത്, അത്ര തന്നെ. അതെ, പക്ഷേ. എന്താ പക്ഷേ എന്ന് പറഞ്ഞത്? ഊമക്കത്ത് കിട്ടാൻ തുടങ്ങിയാൽ ഉടനെയൊന്നും അത് അവസാനിക്കുകയില്ല എന്നാണ് എനിക്കും തോന്നുന്നത്. പകർച്ചവ്യാധി പോലെയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ? വല്ല രൂപവുമുണ്ടോ? ഇല്ല. അറിയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഊമക്കത്ത് ശല്യം തുടങ്ങാൻ 2 കാരണങ്ങളുണ്ട്. ഒരാളോടോ ഒരു കൂട്ടം ആളുകളോടോ ഉള്ള വിദ്വേഷം. അത് തീർക്കാൻ മനഃപൂർവ്വം ഇത്തരം 2ാം കിട പണി ആരംഭിക്കുന്നു. വളരെ അന്തസ്സുകെട്ട മ്ലേച്ഛമായ പണി. എഴുതുന്നത് ഭ്രാന്തനായിരിക്കണമെന്നില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട വേലക്കാരനോ അസൂയ മൂത്ത സ്ത്രീകളോ അങ്ങനെ വല്ലവരുമാണെങ്കിൽ ആളെ പിടികൂടാൻ എളുപ്പം. പൊതുവായിട്ട് എല്ലാവർക്കും എഴുതുന്ന ആളുകളുണ്ട്. ആരെയും പ്രത്യേകിച്ച് ഉന്നം വെച്ചല്ല. അത് സംഗതി ഗൗരവമുള്ളതാണ്. എഴുതുന്നവന്റെ മനസ്സിലെ ദുഃഖം ശമിപ്പിക്കാൻ. ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. രോഗം കണ്ടുപിടിക്കുന്നത് പോലെ വേണം ഇതിന്റെ പിറകെ പോകാനെന്ന്. എഴുതാനുള്ള ദുർവാസന വർദ്ധിക്കുന്നു. നമ്മൾ തേടി ചെന്ന് ആളിനെ പിടികൂടുമ്പോൾ കാണാം, ഒരിക്കലും നാം പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും. അതാണ് ഏറെ രസകരം. കഴിഞ്ഞ കൊല്ലം മറ്റൊരു സ്ഥലത്ത് ഇതുപോലൊരു ഊമക്കത്ത് ശല്യമുണ്ടായി. അവസാനം ആളെ പിടികിട്ടി. ഒരു വസ്ത്ര വ്യാപാരശാലയിലെ ഡിപ്പാർട്ട്മെന്റ് മേധാവി. ശാന്തയായ മാന്യയായ ഒരു സ്ത്രീ. വളരെ വർഷങ്ങളായി അവർ അവിടെ ജോലി ചെയ്യുന്നു. ഞാൻ മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തും ഇതുപോലൊരു കേസുണ്ടായി. വ്യക്തിവൈരാഗ്യമായിരുന്നു ആ കത്തുകൾക്ക് പിന്നിൽ. ഞാൻ പറഞ്ഞു വന്നത്, മുൻ പരിചയം ഉണ്ടായിട്ടും കേൾക്കുമ്പോൾ പേടി തോന്നുന്നുവെന്ന് വ്യക്തമാക്കാനാണ്. ഇവിടെ കുറച്ചു നാളായോ ഈ ശല്യം തുടങ്ങിയിട്ട്? കൃത്യമായൊന്നും പറയാൻ കഴിയില്ല. എഴുത്ത് കിട്ടുന്നവരുണ്ടോ അതിന് പ്രചരണം കൊടുക്കുന്നു. ഉടനെ കത്തിച്ചു കളയും, അത്ര തന്നെ. ഇടയ്ക്ക് പറയട്ടെ, എനിക്കും കിട്ടി ഒരെണ്ണം. വക്കീൽ സിമ്മിങ്ടണും കിട്ടി. എന്റെ 1-2 പാവപ്പെട്ട രോഗികൾ പറയുന്നത് കേട്ടു അവർക്കും കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാം ഏതാണ്ട് ഒരേ വിഷയമായിരിക്കും. അതെ. ഇവിടെ കണ്ട ഒരു പ്രത്യേകത അതാണ്. സിമ്മിങ്ടണും അയാളുടെ ലേഡി ക്ലർക്ക് മിസ് ഗ്രിഞ്ചുമായി അവിഹിതമുണ്ടെന്ന്. 40 കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. കത്തി കിട്ടിയപ്പോഴേ സിമ്മിങ്ടൺ അത് പോലീസിനെ ഏൽപ്പിച്ചു. രോഗിണികളോട് മര്യാദ വിട്ട് ഓരോന്ന് കിള്ളി ചോദിക്കുന്നുവെന്നായിരുന്നു എന്നെക്കുറിച്ചുള്ള ആരോപണം. എല്ലാം ഒരുമാതിരി ബാലിശമായ, അർത്ഥശൂന്യമായ, ഭയങ്കരമായ വിഷയമായ. അയാളുടെ മുഖം ചുവന്നു, ഗൗരവപൂർണമായി. എന്നാലും എനിക്ക് ഭയമാണ്. ഇതൊക്കെ ചിലപ്പോൾ അപകടം വരുത്തി വെക്കുമെന്ന ഭയം. ശരിയാണ്. ബാലിശവും ക്രൂരവും വിദ്വേഷപൂർണവുമാണ് ഈ കത്തുകൾ. പക്ഷേ എന്തെങ്കിലും ഒരെണ്ണം കുറുക്കിക്കൊണ്ടാൽ
പിന്നെന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. സാവധാനം, സംശയകരമായ, വിവരം കെട്ട രീതിയിലാണ് അതിന്റെ വരവ്. എന്തായിരിക്കും അനന്തരഫലം? എന്തെങ്കിലും എഴുതി കണ്ടാൽ അതപ്പാടെ വിശ്വസിക്കുന്ന മനുഷ്യരും. സംഗതി കുഴപ്പമാകുമെന്നാണ് എന്റെ പേടി. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരാൾ എഴുതിയ എഴുത്തു പോലെയാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു. അങ്ങനെയാണോ എന്ന് ചോദിച്ചതിനു ശേഷം അയാൾ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ആ മറുപടിയെ പറ്റിയായി എന്റെ ചിന്ത. അങ്ങനെയാണോ എന്ന ആ ചോദ്യം എന്നെ സാവധാനം അലോസരപ്പെടുത്താൻ തുടങ്ങി.